ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഏകദേശം കുറച്ചായിട്ടുണ്ട് വ്ളോഗ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമ്മളെ കോളേജ് ടീമിൻ്റെ ഒപ്പം തുറക്കാൻ വന്നേക്കാണ്. അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ള മുറിഞ്ഞമാടാണ്. അപ്പം കുറച്ച് ചെക്കന്മാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്നെ അൻഷാദ് വിളിച്ചു. ഇപ്പോൾ വീഡിയോ എടുക്കണവനാണ്. അവൻ വിളിച്ചാണ്ട് നമ്മൾ തുറ വെക്കല്ലേ, നമ്മൾ കോളേജ് പഠിച്ച ചെക്കന്മാർ ഇങ്ങനെ തുറ വെക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പം ചെക്കന്മാരോട് വരുന്നുണ്ട്. ഇങ്ങോട്ട് ഇതിനെ ബാക്കി വെച്ചിട്ട് നമുക്ക് കാണാം. ഓക്കെ, ആദ്യം ഇത് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പേപ്പർ വെച്ച് അതാകുമ്പോൾ അത് ഷാഫിൻ്റെ വീട്ടിൽ വിരിപ്പല്ലത് അല്ലേ? ഷാഫിൻ്റെ വീട്ടിലത്തെ വിരിപ്പാണ്. അപ്പം അതിമൊക്കെ നമ്മൾ ഓവർ ഇതാക്കണ്ട. ഇനി ഇതിൻ്റെ മുകളിൽ പേപ്പർ കൂടി ഇട്ടാൽ നമുക്ക് സുഖമായി. വീഡിയോ പോസ്റ്റ് ചെയ്യണ്ട, വീഡിയോ എടുത്തോ. എന്താ മനസ്സ് സ്റ്റോറേജ് ഉണ്ട്. ഓ, ഞാൻ എന്താ പറയുക, വളരെ സന്തോഷവാനാണ്. കാരണം ഇജ്ജ് പെട്ടെന്ന് അൻഷാദ് എന്നെ വിളിച്ചാണ്ട് ആദ്യം തുറതാക്കല്ലേ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം നമ്മളെ സ്കൂളത്തെ അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് നമ്മളെല്ലാവരും ഒപ്പം ചായ കുടിച്ചതും അതിങ്ങനെ നമ്മൾ ഓർമ്മ വന്നു. അപ്പോൾ പിന്നെ നോമ്പൊക്കെ അല്ലേ, ഏതായാലും ഇതൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നോമ്പ് തുറയായി, നമുക്കൊന്ന് എല്ലാവർക്കും ഒന്ന് കൂടും ചെയ്യാൻ ഒരു മെൻറ്റാലിറ്റി ആയി. അല്ല, ഉനൈസിനോട് എതിർത്ത് വരാൻ പറയും. കാരണം തറല്ലേ, നല്ല ഇരുട്ടായി നമുക്ക് എത്തു കഴിയില്ലടാ. നമ്മളെ ഫോണിന്റെ ഫ്ലാഷിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അലമ്പില്ല, അന്നത്തെ നോക്കാല്ലേ നമുക്ക് ഫോണിൽ ലാഷ് ഓപ്ഷൻ ഫോണിൽ ഫ്ലാഷ് ആക്കി എടുക്കേണ്ടി വരും. അപ്പൊ ഗായ്സ്, ഇന്ന് നോമ്പ് 20 അല്ലേ അൻഷ? അപ്പൊ രണ്ടാമത്തെ 10 നമ്മളോട് വിട പറയാണ് അല്ലേ? ഇനിയുള്ള 10 നോമ്പ് പറഞ്ഞാല് എല്ലാവരും തിരക്കാണ് അല്ലേ? ഡ്രസ്സ് എടുക്കാൻ പോണ തിരക്കിലൊക്കെ ആയിരിക്കും. അപ്പൊ ഇനി ഓല് വന്നിട്ട് കാണാം. അപ്പൊ രണ്ടക്കന്മാരോട് വരാണ്ട്. നമ്മളെ രണ്ടക്കന്മാരോട് എത്തിയിട്ടുണ്ട്. ഇനി ഉനൈസ് കൂടി വരാണ്ട് അല്ലേ? അപ്പൊ വേദ ഷാഫി വീഡിയോ ഒന്ന് എടുത്തിട്ടോ. ഇതൊക്കെ അൻഷുവേ വ്ളോഗാണ്, ഒന്ന് ഹായ് കൊടുക്കുക. അത് ഞാൻ ഷാഫിനോട് പറയും, വ്ളോഗ് ഉണ്ടാവുന്ന ഷാഫിനോട് ആദ്യം ഞാൻ പറഞ്ഞതാ. കട്ട് ചെയ്യണ്ടോ, എടുത്തെടുത്തോ. ഉനൈസിനെ സൂം ചെയ്തെടുക്ക്. അൻഷ ഓന് സൂം ചെയ്ത് 2x എടുത്തോ. എടുത്തോ. ഇതിപ്പോ ആറുണ്ടടി, എത്ര നല്ല പാട്. വ്ളോഗ് ഉണ്ടാവുന്ന ആദ്യം പറഞ്ഞല്ലേ? അതെ അതെ. അപ്പൊ എങ്ങനെ നമ്മളെ ലാസ്റ്റ് ചെക്കനോടി എത്തിയിട്ടുണ്ട്. തർത്താനോ? ഓക്കെ, റാഷിനെ കിട്ടിയില്ലടാ. ഷാഫി അജ് എടുത്തു പോര്. ആ കാര്യം ഒന്നുകൂടി നല്ല. കാരണം രാത്രി നമ്മൾ കുടുങ്ങടാ, ഫോണിന്റെ ലൈറ്റിന് ഒരു ഇതുണ്ടാവും, കുത്തലുണ്ടാവും. എന്താ വർത്താനോ സാറല്ലേ? അഞ്ഞാട്ട് പോവാറിനാലേ 6:33 ഇനി ഷാഫിച്ച് പോയ എന്താ പ്രശ്നം എന്താ വെച്ചാലേ കൊറേ നേരമാവും. ഇജ്ജ് അവിടുന്ന് തുറന്ന് പോരേണ്ടി വരും, ആ അവസ്ഥക്കാർ. അപ്പം നമ്മളെ ഐറ്റംസുകൾ പറഞ്ഞാല് ഇതെന്താ, ചിക്കൻ മന്തി, ഇതുപോലെ ഫ്രൂട്ട്സ് കാര്യങ്ങളുണ്ട്, ജ്യൂസ് ഐറ്റംസ് ഉണ്ട്. ഒക്കെ ഷാഫിന്റെ വീട്ടിൽ നിന്നാണ് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ. അതാ സ്നാക്സോ? അപ്പൊ എന്താ വെച്ചാല് ഞങ്ങള് എല്ലാ കൊല്ലവും കൂടുന്നതാണ്. കഴിഞ്ഞ കൊല്ലം ഇവിടെ തന്നെ കൂടീനി. ഇതാ ഇപ്പൊ ഇക്കൊല്ലും നമ്മളൊക്കെമാരുണ്ട്. എന്നാ വ്ളോഗ് കുടിച്ചാ അങ്ങ് പിടിച്ചിങ്ങോ. നമ്മള് ഇത് ചെയ്യുന്നതേ നമുക്കൊരു തമ്മിൽ ഫോട്ടോ എടുക്കണം. സ്റ്റാൻഡൊക്കെ വേണം, നമ്മള് തുടങ്ങിയിട്ടല്ലോ. എത്ര ടൈം ഉണ്ട് നമുക്ക്? ഫോണായില്ലേ, നിങ്ങൾ നല്ല എടുക്കാലോ. ഇവരൊക്കെ കാണിച്ചു കൊടുക്കേ. അപ്പൊ ഷാഫിയെ വളരെ സന്തോഷാണ് നമ്മള്. കാരണം എന്താ വെച്ചാല് നമ്മള് കഴിഞ്ഞ പോലെ ആരൊക്കെ കൂടീനെ? നമ്മള് എന്താ വെച്ചാല് കഴിഞ്ഞ പ്രാവശ്യം 2 ഗേൾസും അതുപോലെ നമ്മള് 3 ആൾക്കാരെ കൂടിയത്. ഇപ്രാവശ്യം നമ്മൾ ഓലൊക്കെ തിരക്കിലായി പോയി, കല്യാണം കഴിഞ്ഞ് പോയി, അപ്പൊ ആരും കിട്ടിയില്ല. അപ്പൊ നമ്മള് കോളേജ് ഒപ്പം നടക്കണ ചെക്കന്മാർ കൂടിയാണ് ഇപ്രാവശ്യം നടത്തുന്നത്. ഏതായാലും അഞ്ചുമേ അല്ലേ, വളരെ സന്തോഷമുണ്ട്. എന്താ വെച്ചാല് എല്ലാരും കുറെ ആൾക്കാരെ കാണാൻ കഴിഞ്ഞു. പിന്നെന്താ വെച്ചാല് ഇതൊക്കെ ഒരു സന്തോഷമുള്ള നിമിഷങ്ങളാണ്. നമ്മള് തോറുകൂടി എല്ലാവരും ഒപ്പം കൂടാന്നുള്ളത് അല്ലേ? അത്രേ ഉള്ളൂ. ഇതാണ് പൊളിച്ചാൻ കഴിയില്ലല്ലോ. അത് എടുക്കാം, ലാസ്റ്റ് എടുക്കാം, ടൈം ഉണ്ടല്ലോ. നമുക്കൊരു 10-12 വീഡിയോ കിട്ടിയാൽ മതി. ഇതിലേക്ക് പോരട്ടോ. അപ്പം തക്കാളി വെള്ളം നമ്മൾ പോരട്ടെ. തക്കാളി വെള്ളം
ആളുണ്ടല്ലോ. ഇവിടെ പൊട്ടിച്ചിട്ട് ഇപ്പോൾ വരാതെ വിഷയം. അല്ലല്ല കിട്ടും കിട്ടും. അതാണ് മൈക്കട, വ്ളോഗ് മൈക്കാണ്. ഇത് ചെങ്ങായിനോട് വാങ്ങിയതാ. അൻഷാദ ഇനി ഒന്ന് വ്ളോഗ് കാണുന്ന ടൈമില്ല. ഞാൻ പറഞ്ഞേ എനിക്കൊന്ന് തുറക്കാൻ വന്നിട്ടില്ല മാറ്റില്ല, വ്ളോഗ് നിർബന്ധമാണ്. അതാണ് അജ്മല്, അതാണ് ഞാൻ ഫ്രൂട്ട്സ് ഓവർ എടുക്കണ്ടടാ, അത് മതി. ഒരുക്കങ്ങള് ഏകദേശം പറഞ്ഞോ. ഒരുക്കങ്ങൾ ഏകദേശം അവസാനിച്ചിരിക്കുന്നു. സ്റ്റാർട്ട് ആണ് അഞ്ചുതാ കൈയ്യാൻ പോണത് കേട്ടോ. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എന്നാലും മറ്റേ കൊറേ കാലമായി നമ്മള് ഒരുമിച്ച് കൂടിയിട്ട്, അതുകൊണ്ട് തന്നെ എനിക്കത് ഞാനത് കുറെ മുന്നേ ആലോചിച്ചിട്ട് പഴയ പരിപാടി നടത്താൻ ഓരോരുത്തർക്കും ഒഴിവായി വരണ്ടേ. യുനൈസിനൊക്കെ ഫുള്ള് തിരക്കുള്ള ഒരു മനസ്സിലാണ് ഓനൊക്കെ എന്നാണ് ഫ്രീ ആയിട്ട് കിട്ടി. പിന്നെ അൻസിഫ് പറഞ്ഞാൽ ഭയങ്കര നീപ്പിച്ചലാണ് അവൻ. വിളിച്ചില്ല അൻസിഫ ഒരാളൂടി മിസ് ചെയ്യില്ലേ? അതെ അതെ, ആരൊക്കെയാണ് പേര് വരണ്ട അല്ലേ. അപ്പോ ഗൈസ് നമ്മള് ബാങ്ക് കൊടുത്തു, ഇനി തുറന്നിട്ട് അന്വേഷിച്ച് കാണാം. ഓക്കെ, ബാങ്ക് കൊടുക്കാണ്ടില്ലേ ജി, തുറന്നു. അപ്പൊ ഗൈസ് തുറക്കട്ടെ. അതിനോട് പറഞ്ഞ ചിന്ത കഴിഞ്ഞ പ്രാവശ്യം വത്തക്ക ജ്യൂസ് തന്നെയല്ലേ യാഫിയെ? പ്രാവശ്യം മാറ്റൊന്നുമില്ലത്. പൈനാപ്പിൾ ഇനി സോറി കിട്ടിയോ? ജ്യൂസ് കിട്ടില്ല. തണുപ്പ് കുറഞ്ഞ ഒക്കെ ഞാൻ വിളിച്ചു 2:30 വിളിച്ച ടൈം. ഓ ജ്യൂസ് പൊളി. ജ്യൂസ് എന്താ പാട്? അടിപൊളി. ഓക്കെ, നമ്മളെ പൊസിഷൻ കണ്ട് എല്ലാവരും ഐറ്റിലും നമ്മൾ ഏകദേശം സ്നാക്സ് അതുപോലെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ കഴിച്ചു. ഇനി ഫുഡ് ഇത് കുടിച്ചാ ഞാൻ ഇതെടുക്കാം, ചോറാൻ കുത്ത. അപ്പൊ ഇങ്ങോട്ട് ഇരിച്ച് പൊന്തിച്ചു. നമ്മളെന്താ വെച്ചാല് ഇത് കഴിച്ചു, ഫ്രൂട്ട്സും അതുപോലെ സ്നാക്സും കഴിച്ചു അല്ലേ അപ്പൊ. ഇനി നമ്മള് ചോറ് വിളമ്പാണ്. ഞാനാണ് എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നത്. ഗോപിക ഷോർട്സ് ആടാ, അവളങ്ങനെ വലിയ വ്ളോഗ് ചെയ്യില്ല, അവള് ഷോർട്സ് വ്ളോഗാണ്. പ്ലേറ്റ് ഉണ്ടോ? അവ കൈ ഇതാവും. ആദ്യം ഞാൻ വിളമ്പണ അൻഷിഫിന് വേണ്ടിട്ടാണ്. ആദ്യം ചോറ്, പിന്നെ അത് 0.5 നൈസേ. എനിക്ക് ഏത് ദിവസം വേണ്ടി അൻഷിഫിന് വേണ്ട? ഇല്ല വേണമെങ്കിൽ പറയട്ടോ. പ്ലേറ്റ് ഉണ്ട്. അപ്പൊ നമ്മളിവിടുന്ന മന്തി അങ്ങ് അൻഷാദേ റൈസ് പറഞ്ഞു അൻഷിഫേ? അല്ല ഇട്ടോ, നോമ്പാണ്. എന്നാ അൻഷാ എന്നാ പൊടി. ഓ വെൽക്കം. ഞാൻ അടുത്തോണ്ടോ പ്ലേറ്റ് എടുക്കുക കളിച്ചാതെ. പിന്നെ ഷാഫിന്റെ വീട്ടുണ്ടാക്കിയ വത്തക്ക ജ്യൂസ് നൈസ് ആയിട്ടുണ്ട്, അടിപൊളി. ഞാൻ 2 ഗ്ലാസ് കുടിച്ചു. ഇനി കുറച്ച് കുറെ കഴിച്ചിട്ട് ഇനിയും കുടിക്കും. അത് ഇഷ്ടപ്പെട്ടു. അനക്കാ ഇത് നമ്മള് കിട്ടില്ലല്ലോ ഇത്. അതെ കണ്ടേലെ ഏറ്റവും വലിയ പീസാട്ടോ. ഞാൻ 2 ഉണ്ടാ പ്ലേറ്റ് ഉണ്ടാ 0.5 എടുക്കും. ഇന്നെ കാണൂലേ കുറച്ചുകൂടി അങ്ങോട്ട് അല്ലെ ഇറങ്ങേറായിട്ട് എടുക്കണ്ട.
ഇതെനിക്കറിയാഫേ മാവുമ്പോ പറഞ്ഞോ അത്രേ ഉള്ളൂ. അപ്പൊ ഒന്ന് രണ്ടാളൂടെ നമ്മള് മിസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ ഇല്ലാത്തതില് നമ്മളിത് ഫുഡിന് തീർക്കും, ഓരോടുകൂടി നമ്മൾ കഴിക്കും അല്ലേ? അപ്പൊ ഞാൻ എനിക്കുള്ളോടി വളമ്പട്ടെ, അത് പിടിച്ചേക്ക് ഇൻ്റെ കൂടി എടുത്തിട്ട് ഇതാക്കിയത്. റിസ്ക് എടുത്താലേ വിജയം ഉണ്ടാവുള്ളൂ. സബ് ചെയ്യാ, സെറ്റ് ആക്കാൻ പറയും. എനിക്ക് എല്ലാ പോകൂല, ഇനി വേണ്ട വേണ്ട. അതെ ഇത് മൊജിറ്റ് പറയണേ. അപ്പൊ നമ്മക്കുള്ള മന്തി അൽഫാം കൂടി എടുത്തു. ഇനി നമ്മള് കഴിക്കട്ടെ കേട്ടോ. എല്ലാരും കഴിക്കട്ടെ. കഴിക്കുമ്പോൾ സ്മെൽ തന്നെ കഴിക്കണം. മതി കഴിക്കട്ടെ. അപ്പൊ ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി എടുക്കാം. ഓക്കെ, നമ്മൾ ഏകദേശം കഴിച്ചു കഴിഞ്ഞു. എന്തത് എല്ലാം വേണ്ടിയാ അപ്പൊ എല്ലാരും കഴിച്ചു. ഒരു ചങ്ങായി ഇവിടെ സൈഡായിന് തിന്നാണ്ടൊക്കെ ഇങ്ങനെ സൈഡാവുക ഞാൻ മാത്രം കഴിച്ചില്ലല്ലോ. അപ്പൊ രാത്രി ആയിട്ടുണ്ട്. ഇപ്പൊ തള്ളി മറിച്ചിട്ട് വേണം പറഞ്ഞൂടെ. എത്ര ഗോളാട്ട്. അപ്പൊ ഷാഫിന്റെ അമ്മാന്റെ ജ്യൂസ്, ഓ എത്ര ഗ്ലാസ് കുടിച്ചെന്ന് എനിക്ക് തന്നെ അറിയില്ല. മൊജിറ്റോ എടാ ചോറിഞ്ഞ് ബാക്കിണ്ടല്ലോ. എടാ നമ്മള് ഇവിടെ നിസ്കരിച്ചല്ലേ ഷാഫിയെ? അഞ്ചിപ്പൊക്കെ ഇല്ലാന്ന് തീർന്നണോനൊക്കെ. അതെ ഇന്നെ പോലത്തെ ആൾക്കാരൊക്കെ സമാധാനത്തിന്റെയും. അപ്പൊ നൈസേ നമ്മളെ തുറ കാലങ്ങളൊക്കെ കഴിഞ്ഞാൽ എന്താ എനിക്ക് പറയാനുള്ളത്? എന്റെ ഫീഡ്ബാക്ക് വൃത്തിക്ക് പറഞ്ഞു സത്യമായിട്ട്. അല്ല ഒന്ന് ചെറുതായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കുക. എങ്ങനെ നമ്മളെ കുറെ ആൾക്കാർ കാണാൻ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ എന്റെ വിച്ചാപ്പാറ് തുറ കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഈ തുറ ഉണ്ടാക്കിയ ആളാണ് MHD ഷാഫി പറയും. തുറ ഉണ്ടാക്കിയ ഞാനൊന്നും പറയില്ല, തുറ ഉണ്ടാക്കിയ വ്യക്തി ഉനീസാണ്. ഓനാണ് പറഞ്ഞത്. നിങ്ങൾ രണ്ടാളുമാട് കൂടിയാണ്. ഞങ്ങൾക്ക് ലാസ്റ്റ് ഫീഡ്ബാക്ക് പറയാനുള്ളത്. അതായത് ചുരുക്കി പറയല്ലോ, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും മൊത്തം കാര്യങ്ങൾ. നിങ്ങൾ എങ്ങനെ ചർച്ച ചെയ്തു ആ കാര്യങ്ങളൊക്കെ മൊത്തം പറയും. നമ്മള് കുറെ വട്ടം ഇതേമാതിരി എല്ലാ നമ്മൾ പരിപാടി നടത്തിയിട്ടുണ്ട്. എല്ലാവരും നടത്തുന്നേക്കുള്ള ഒരു നന്നായ ഒരു പരിപാടി എനിക്ക് തോന്നുന്നു. അടുത്ത പ്രാവശ്യം ഒന്നിൽ ആൾക്കാർ കൂടി സെറ്റപ്പ് ആക്കണം എന്നാണ് എന്റെ ഒരു നിഗമനം. ഓ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഷാഫി പറഞ്ഞത്. അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മള് നിസ്കരിക്കാണ്ട്. അല്ല നമുക്ക് ഇവിടെ നിസ്കരിക്കല്ലേ? അഞ്ചാ ഇവിടെ നിസ്കരിക്കല്ലേ? ഇവിടെ നിസ്കരിക്കാത്താരോ ഇവിടെ തന്നെ വെള്ളം കാര്യങ്ങളും ഉണ്ട്. പോയിന്റെ അടുത്താണ്, നോക്കണ്ട. ഓ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ ഈ കുഞ്ഞു വ്ളോഗ് നമ്മളോടെ എൻ്റെ ഒക്കെയാണ്. അപ്പം എന്താ പറയാ, നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ ചെക്കന്മാരൊക്കെ അവിടെ കൂടി ഈ ഒരു തുറയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാല്. അപ്പം ഞാൻ ഓരോരുത്തരെ അങ്ങോട്ട് വിളിക്കാം, ഓരോരുത്തരും ഓരോ ഫീഡ്ബാക്ക് പറയും. ഷാഫി ഇങ്ങോട്ട് വാ. അപ്പോൾ ഇതാണ് ഷാഫി, എൻ്റെ ഫ്രണ്ടാണ്, ചങ്കാണ്. അപ്പോൾ ഇന്നത്തെ തുറന്നു കുറച്ച് രണ്ടു വാക്കും പറയും. നമ്മൾ കുറെ കാലത്തിന് ശേഷം നടത്തിയൊരു പരിപാടിയാണിത്. കഴിഞ്ഞ കൊല്ലം നമുക്ക് നടത്താൻ പറ്റിയിട്ടില്ല. എല്ലാവരും ഞാനും ജൂനിയേഴ്സ് മാത്രമേ കൂടി. അതെ നമ്മളെ സന്തോഷമുണ്ട്. ഏതായാലും ഇനി എല്ലാ കൊല്ലം ഇതേമാതിരി കൂടാൻ പറ്റട്ടെ. എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം കിട്ടട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അവസാനത്തെ 10 അതിനെക്കുറിച്ച് പറയാനുള്ളത്. നോമ്പ് ഫാസ്റ്റില് പോയേക്കാണ്, അതൊക്കെ പറയും. നോമ്പ് എന്ന് പറഞ്ഞത് ആദ്യത്തെ 10 കണ്ടതൊരു ഓർമ്മ ഉള്ളൂ. പിന്നെ ഒക്കെ ചടപടയായിരുന്നു.
ഞാൻ പെരുന്നാളായി പെരുന്നാൾ ഡ്രസ്സും ഇപ്പൊ എല്ലാവരും ഡ്രസ്സ് എടുക്കുന്ന തിരക്കിലൊക്കെ ആയി അല്ലേ? അതെ 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 ഡ്രസ്സ് എടുത്തോ? ഞാൻ ഡ്രസ്സ് എടുത്തില്ല അവസാനത്തെ ഒത്തായിട്ട് വെച്ചിട്ട് ഓക്കെ ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് ഷാഫിക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ അടുത്ത അൻഷാദിനെ വിളിക്കാണ്. അൻഷാ വാ. ഇതാണ് നമ്മളെ പെട്ടെന്ന് അടുത്ത ചങ്ക്. അപ്പൊ ഓരോരുത്തരെ വിളിക്കുന്ന വെച്ചാൽ ഓരോരുത്തർക്ക് ഓരോ ഫീഡ്ബാക്ക് ആയിരിക്കുമല്ലോ പറയണ്ട. അപ്പൊ അതാണ് ഓരോരുത്തരെ വിളിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ എങ്ങനെയാ പറഞ്ഞാൽ അപ്പൊ ഇന്നത്തെ തുറന്നു വെച്ച് എനിക്ക് പറയാം. ഓൻ പറഞ്ഞ പറയണ്ട എന്റെ ഉള്ള പറഞ്ഞു. ഇതിന്റെ അടിപൊളി ഫീൽ ആയി സത്യം പറഞ്ഞാല്. ഇതുവരെ അല്ലാത്ത നോമ്പറ കഴിഞ്ഞാൽ അത്ര വലിയ സെറ്റപ്പ് ഒന്നും ഇല്ല. ഇന്ന് അടിപൊളി സെറ്റപ്പ് ആയിരുന്നു, അത്ര പറയുള്ളൂ. കിട്ടില്ല. അപ്പൊ ഇനി ഒരാളൂടി ഉണ്ട്, ഉനൈസ്. ഇവൻ എന്താ വെച്ചാല് അങ്ങനെ അധികം കിട്ടുകയല്ല, തിരക്കുള്ള മനസ്സിനാണ്. അപ്പൊ ഓനോടുകൂടി നമുക്ക് ചോദിക്കാം, നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പരിപാടി ഉഷാറായി. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പറയുന്നത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം, എല്ലാവരും കാണാൻ ചെറുതായിട്ട് പറഞ്ഞാൽ എല്ലാരും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞല്ലേ? പരിപാടി ഉഷാറായി. ഓക്കെ, ഒന്ന് കൂടാനായി എല്ലാവർക്കും. അപ്പോ ഇനി വീഡിയോ എടുക്കുന്ന അൻസിബാണ്, അതുകൊണ്ട് ഓനെ അതിലെ ഉൾപ്പെടുത്തില്ല. എല്ലാവരും ഓരോരുത്തരുടെ ഫീഡ്ബാക്സ് കാര്യങ്ങളൊക്കെ അറിയിച്ചു തരും. അപ്പം ഞാൻ എൻ്റെ പറയാലോ, എനിക്ക് ഇന്ന ബേസിൽ പറയുകയാണെങ്കിൽ 100ക്ക് 100 നമ്മൾ ഹാപ്പിയാണ്. കാരണം ഉനൈസിനാണേലും അൻഷിബിനാണേലും എല്ലാവരും ഓരോ ഡിഗ്രി കോളേജൊക്കെ കഴിഞ്ഞ് ഓരോ പണി തിരക്കിലായി. അപ്പൊ എല്ലാവരും ഓരോ ദിവസം നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ ഒന്ന് ഏകദേശം എല്ലാവരും ഒരുമിച്ച് നമുക്ക് കാണാൻ കഴിഞ്ഞു, അതന്നെ വലിയ സന്തോഷം. പ്ലസ് ഓലൊപ്പം കൂടിയാണ് നമുക്ക് നോമ്പ് തോറും കഴിച്ചാൻ കഴിഞ്ഞു. ഓ ഇനിയും അടുത്ത റമദാനിൽ നമ്മൾ ഇതിനും ആൾക്കാർ കൂട്ടിയാണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ നോമ്പ് കഴിക്കുന്നതാണ്. അപ്പം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇനി അടുത്തൊരു വ്ളോഗായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ബൈ.